നെക്ക് വരുന്ന ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ എടുക്കുക, 2 ആം ഹോളും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം ഉള്ളിലായി വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലി ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് നെക്കൊക്കെ ഫിനിഷ് ചെയ്യില്ലേ, അതേ രീതിയിൽ ആം ഹോളിൻ്റെ ഭാഗത്താണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം അതൊരു നോച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ച് ഇതേപോലെ എടുക്കുക. പിന്നീട് അതിനൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം, കാരണം അതിങ്ങനെ നീറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കിനി ബാക്ക് പാർട്ട് നമ്മൾ 2 പീസായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയും ഓരോ ആം ഹോൾ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലെ ഓപ്പണിംഗ് ആണ് കേട്ടോ. അവിടെ നമ്മൾ ഹുക്കാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ചിലും 2 ഇഞ്ചിലും 2 സ്ട്രെയിറ്റ് പീസ് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി ബ്ലൗസിനൊക്കെ ഹുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ പടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതേപോലെ 2 ഭാഗത്തെയും ആ പീസ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോളറിന് വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 ഇഞ്ച് ുള്ളൊരു പീസാണ് എടുക്കുന്നത്. നോർമലി കുട്ടികളുടെ എത്രയാണോ നെക്ക് റൗണ്ട്, ആ നെക്ക് റൗണ്ടിനനുസരിച്ചിട്ട് വേണം ഈ കോളർ ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് വരുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് ഞാൻ ഈ 12 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അത് കുറച്ചുകൂടി കോളർ ഫിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ചെയ്തതിന് ശേഷം നമുക്ക് ആ കോളർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച്, നെക്കിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സ്കേർട്ടിൻ്റെയൊക്കെ ബാൻഡ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ടിലെ പോർഷൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബാൻഡിൻ്റെ 2 സൈഡും ഉള്ളിലേക്കാക്കിയിട്ട് ഒരു ചെറിയൊരു 1/4 ഇഞ്ചിൽ 2 സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പീസൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് നിവർത്തി വെക്കാം. എന്നിട്ട് കോളറിൻ്റെ ബാൻഡിൻ്റെ അറ്റം നമുക്ക് ആ ബാക്കിലെ ഓപ്പണിങ്ങിൻ്റെ അറ്റം ഒരുപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതേപോലെ 2ൻ്റെ അറ്റുണ്ടല്ലോ, അറ്റത്തുനിന്ന് വേണേൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതിങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വെച്ചൊക്കെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവുകയെ. അപ്പോൾ ഇതേപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോളർ ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അത് നമ്മുടെ സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ എഡ്ജിൽ കൂടെ മൊത്തം ഒന്ന് സ്റ്റിച്ച് എടുത്താൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. താഴ്ഭാഗവും നമ്മൾ സാധാരണ നോർമലി ടോപ്പിൻ്റെയൊക്കെ താഴ്ഭാഗം ഫിനിഷ് ചെയ്യുന്ന പോലെ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യണേ.